ഇത് മാസ് മോട്ടോഴ്സിതാണ്. ഹോണ്ടയുടെ ഡിയോ BS6 മോഡൽ വണ്ടിയാണ്. ജനറൽ സർവീസായിട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് വണ്ടി നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്ന സമയത്ത് നമുക്ക് അനുഭവപ്പെട്ട 1-2 കേസ്. ഒന്ന്, നമുക്ക് ബാക്കിലത്തെ ടയർ ഫുള്ള് തീർന്നേക്കണമാണ്. കട്ട ടയർ ഇട്ടതുകൊണ്ട് കട്ട ടയറാണ് ഇതുമ്പോൾ കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്ക് സൈഡൊക്കെ വണ്ടിക്ക് ഒരു ഷിവറിങ് കാണിക്കുന്നുണ്ട്, ഒരു ഷെയ്ക്ക് കാണിക്കുന്നുണ്ട്. അത് കൂടാണ്ട് ബ്രേക്ക് നമ്മൾ പിടിക്കുന്ന സമയത്ത് ബ്രേക്ക് കറക്റ്റ് ക്ലിയർ അല്ല. അതായത് ബ്രേക്ക് കേബിളുകൾ കംപ്ലൈൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ബ്രേക്ക് പിടിച്ചാൽ കറക്റ്റായിട്ട് നിൽക്കാത്തൊരു കണ്ടീഷൻ ഉണ്ട്. ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ തീർന്നതുകൊണ്ട്, കാരണം വെച്ചാൽ ബ്രേക്ക് വലിഞ്ഞാണെങ്കിൽ നിൽക്കണേ. പിന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ഒരു കവർ പൊട്ടിയിടേണ്ട ഒരു ചെറിയ പിടപ്പും കാര്യങ്ങളും കാണിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ഓടിച്ചു നോക്കുമ്പോൾ കിട്ടിയ കംപ്ലയിൻസുകൾ നമുക്ക്. അപ്പോൾ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. ക്ലച്ചിൻ്റെ ഭാഗം അയച്ചിട്ടുണ്ട്. അത്യാവശ്യം മൂവ്മെൻറ്റ് വരുന്ന എല്ലാ ഭാഗങ്ങളും നമ്മൾ അയച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്, ക്ലിയർ ചെയ്ത് കയറ്റുന്നുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബ്രേക്ക് ലൈനർ നോക്കുമ്പോൾ കമ്പനി ലൈനർ കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനർ തന്നെയാണ്. പക്ഷേ അതിൻ്റെ മാക്സിമം അതിൻ്റെ അഡ്ജസ്റ്റിങ് പരമാവധിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഈ ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യണം. കാരണം ചെറിയൊരു ടൈറ്റ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ ബാക്കിലത്തെ ടയർ ഈ പറഞ്ഞ രീതിയിൽ തന്നെ ഫുള്ള് തീർന്ന ടയറാണ്. അതായത് കട്ട റീസോൾവ് ചെയ്താണ് ടയർ ഇട്ടതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടൊരു പാളിച്ച വണ്ടിക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ടയർ മാറ്റിയിടാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. കാരണം വണ്ടി ഓടിക്കുമ്പോൾ ഒരു പാളിച്ച നമുക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. അപ്പോൾ എയർ ഫിൽറ്റർ നോക്കുമ്പോൾ പൊടി കയറി ഫുള്ളായിട്ട് ബ്ലോക്കായ ഒരു അവസ്ഥയിലാണ് എയർ ഫിൽറ്റർ നിൽക്കുക. അപ്പോൾ എയർ ഫിൽറ്റർ ചേഞ്ച് ചെയ്തിടാം, കാരണം മാറ്റേണ്ട ഒരു ടൈമാണ്. കമ്പനി ഫിൽറ്റർ തന്നെയാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തല്ല റീപ്ലേസ് ചെയ്തിടാം. കാരണം ക്ലീൻ ചെയ്താൽ അത് വീണ്ടും ഇതേപോലെ തന്നെ ഈ ഒരു അവസ്ഥയിലേക്കാണ് സിറ്റുവേഷൻ പെട്ടെന്ന് തന്നെ ആവും. കാരണം അതിൻ്റെ കാലാവധി മാക്സിമം ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് റീപ്ലേസ് ചെയ്യാം. പിന്നെ അതേപോലെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇത് ബെൽ ഡ്രൈവ് വണ്ടി ആയതുകൊണ്ട് തന്നെ സ്കൂട്ടർ മോഡൽ ബെൽ ഡ്രൈവ് ആണ് വന്നല്ലോ. അപ്പോൾ അത് നമ്മൾ അഴിച്ച് നോക്കുന്ന സമയത്ത് ശരിക്കും നമുക്ക് ഈ ഭാഗത്തൊന്നും ശരിക്കും ഓയിലോ കാര്യങ്ങളൊന്നും ഇല്ല. മാനുവലായിട്ട് നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്ത് ഗ്രീസൊക്കെ ചെയ്ത് പോകേണ്ടതാണ്. അപ്പോൾ അതിന് വേണ്ടി അഴിച്ചാണ്. അപ്പോൾ നമുക്ക് ക്രാങ്ക് ഷാഫ്റ്റ്, ക്ലച്ച് ഷാഫ്റ്റ് രണ്ട് സൈഡിൽ നിന്ന് ഓയിൽ സീലുകൾ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോണ്ടല്ലോ, നമുക്ക് അതിൻ്റെ ഈ സെൻറ്റർ പോർഷനിലേക്കൊക്കെ നോക്കുമ്പോൾ ഇതെവിടെയൊക്കെ ഒരു പൊട്ടൽ വീണിരിക്കുന്നുണ്ട്. അതായത് ബെൽറ്റ് പൊട്ടി തുടങ്ങിയേക്കണതാണ്, ആരംഭമാണ്. നമുക്ക് അത്യാവശ്യം ഉപയോഗമുണ്ട്, നല്ല രീതിയിൽ ഓട്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബെൽറ്റ് ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. കാരണം ഇവിടെയൊക്കെ നോക്കുമ്പോൾ അറിയാം, ഇവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ വിണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓട്ടം ഉണ്ട്, നല്ല രീതിയിൽ ഓട്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ ബെൽറ്റ് നിർബന്ധമായിട്ട് മാറ്റിയിടണം. കാരണം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബെൽറ്റ് പൊട്ടി വഴിയിൽ പെട്ടു പോകുന്നൊരു സിറ്റുവേഷൻ വരും. കാരണം ആ ഒരു കണ്ടീഷൻ കണ്ടിട്ടാണ് നെക്സ്റ്റ് സർവീസ് വരെ ചിലപ്പോൾ കിടന്നു വരില്ല. അപ്പോൾ അതൊന്ന് മാറ്റിയിടുന്ന കേസ് ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ക്ലച്ചിൻ്റെ ഉള്ളിൽ തന്നെ ഈ ക്ലച്ച് വെയിറ്റ് സെറ്റ് ഒക്കെ വരുന്ന ഈ പുള്ളി പോലത്തെ ഈ വീല് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തേയ്മാനം വന്നിട്ടുണ്ട്. തേയ്മാനം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഈ പിന്ന് റോളർ വെച്ചിട്ടാണ് അതിൻ്റെ മൂവ്മെൻറ്റ് കൺട്രോൾ ചെയ്യുക. അപ്പോൾ ആ ഭാഗം നോക്കുന്ന സമയത്ത് അത് ശരിക്കും ഇത്രയും ഓവലായിട്ട് നല്ല രീതിയിൽ ഓവലായിട്ടുണ്ട്. അപ്പോൾ അത് തുടക്കമായതുകൊണ്ട് തന്നെ നമുക്ക് ഈ വീല് മാറ്റിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രോബ്ലം സോൾവ് ചെയ്യാം. അതിൻ്റെ റീസൺ ജസ്റ്റ് നോക്കിക്കോ. കാരണം ഞാൻ ഇപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ കറക്റ്റ് റൗണ്ട് ഹോളാണ്. ഇത് നോക്കുമ്പോൾ അറിയാം കറക്റ്റ് റൗണ്ട് ഹോളാണത്. പക്ഷേ ഈ ഹോള് ശരിക്കും അതേപോലെ തന്നെ റൗണ്ട് ഹോളായിരുന്നു. ആ പിന്നെ അതിൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടും തേയ്മാനമുള്ളത് കൊണ്ടും ഈ സൈഡ് ഇച്ചിരി ഓവലായി പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ പിന്നെ അതിൻ്റെ ഉള്ളിൽ മൂവ്മെൻറ്റ് കറക്റ്റ് ആയിരിക്കില്ല. തൊട്ടടുത്ത വീൽ അതിനോട് കണക്ട് ചെയ്ത് തന്നെ വീലാണത്. ആ വീലിന് തേയ്മാനം പെട്ടെന്ന് കൂടുതലായിട്ട് വരും. അപ്പോൾ ഇപ്പോൾ കൈയോടെ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ വീല് മാറ്റിയിട്ടാൽ മതി. അതല്ലെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പിന്നുകൾ മാത്രം മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യാം. പക്ഷേ കംപ്ലയിൻസ് ഉണ്ടാവും എന്തെങ്കിലും, സാധാരണ രീതിയിൽ ഓടില്ല. കാരണം എന്നാൽ പോലും പെട്ടെന്ന് വന്നൊന്നുമില്ല, കുറച്ച് ഗ്യാപ്പ് നമുക്ക് കിട്ടും. അപ്പോൾ അഫോർഡബിളാണ്. പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് ഞാനിപ്പോൾ ഇതും കൂടി ഉൾപ്പെടുത്തിയുള്ള എസ്റ്റിമേറ്റ് പറയാം. അപ്പോൾ നോക്കിയിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ കൈയോടെ മാറ്റി കളയുകയാണെന്നുണ്ടെങ്കിൽ നാളെ വന്ന കംപ്ലയിൻറ്റ് നമുക്കിപ്പോൾ തന്നെ സോൾവ് ചെയ്യുക. അടുത്ത വീലുകൾ കംപ്ലയിൻറ്റ് പോകാത്ത രീതിയിലേക്ക് നമുക്കത് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് മാറ്റുന്ന കൂട്ടത്തിൽ ഈ പിന്ന് റോളർ കാര്യങ്ങൾ മാറ്റിയിട്ടേ, കാരണം അതിനും തേയ്മാനം വന്നിട്ടുണ്ട്. അത് വലിയ കോസ്റ്റ്ലി അല്ല, ഏകദേശം എനിക്ക് തോന്നുന്നു 3 സെറ്റ്, അതായത് റോളറും പിന്നും കൂടി വരുമ്പോൾ ഒരു 100 രൂപ അത്രയൊക്കെ വരും, 100 താഴെ വരുള്ളൂ. അതേപോലെ ഡാമ്പർ റബ്ബറുകൾ എല്ലാം കൂടി ഏകദേശം ഒരു 100-150 രൂപ. ഡാമ്പർ റബ്ബറിനൊക്കെ വരുമ്പോൾ 45 രൂപ അങ്ങനെ ഉണ്ടോ തന്നെ 3 വരും കേട്ടോ. ഈ വീലിന് ഒരു 1000 ചില്ലാൻ രൂപ വിലയുണ്ട് ഈ ഐറ്റത്തിന്, 1200 അങ്ങനെ എന്തോ ആണ് വില. കൃത്യമായിട്ട് നോക്കണം, ഏകദേശം ആ റേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ മാറ്റുകയാണെങ്കിൽ ഈ വീല് മാത്രം മാറ്റിയിട്ടാൽ മതി. അതല്ലെങ്കിൽ കൂടുതൽ ഓടുന്തോറും ബാക്കിയത്തെ ഫുൾ സെറ്റ് അതിനോട് കണക്ട് ചെയ്ത് വരുന്ന വീലുകൾ കാര്യങ്ങളൊക്കെ കംപ്ലയിൻറ്റിലേക്ക് വരും. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവൊക്കെ നോക്കുന്ന സമയത്ത് നോർമൽ സാധാരണ രീതിയിലുള്ള തേയ്മാനമൊക്കെ ഉള്ളൂ. ഈ വെയിറ്റ് സെറ്റ് നോക്കുമ്പോൾ ഇവിടെ തേയ്മാനം കട്ടിങ് ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ മാറ്റാനൊന്നും വേണ്ട, ഇതെന്തെങ്കിലും ഓടിക്കോളും, വേറെ പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ ആ ഭാഗം നമുക്ക് ആ ക്ലച്ചിൻ്റെ ഭാഗം ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് ചെയ്യേണ്ടത്. ബെൽറ്റ് മാറുക, ഈ വീലും അതിൻ്റെ പിന്നെ അതിനോടനുബന്ധിച്ച് തന്നെ സാധനങ്ങൾ മാറ്റി റീസെറ്റ് ചെയ്യുക.
പിന്നെ അതേപോലെ തന്നെ എൻജിൻ ഓയിൽ മാറുന്നുണ്ട്, ഓയിൽ ചേഞ്ച് കൂട്ടത്തിൽ ചെയ്തു പോകുന്നുണ്ട്. ബാറ്ററി നമ്മൾ നോക്കുമ്പോൾ ആമറോണിൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത്, വലിയ പഴക്കമില്ലാത്ത ബാറ്ററിയാണ്. നമ്മളതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ 13 വോൾട്ട് വരെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ബാറ്ററി നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. വാറണ്ടി പീരീഡിലുള്ള ബാറ്ററി ആണെങ്കിൽ കൂടി നമ്മൾ ടെസ്റ്റ് ചെയ്യണമെന്നുള്ളൂ. ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. പിന്നെ അത് കൂടാണ്ട് എൻജിൻ ഹെഡിൻ്റെ ഭാഗം നോക്കുമ്പോൾ അതിൻ്റെ കവർ ഗ്യാസ്കറ്റിൻ്റെ അവിടെ ലീക്ക് വന്നിട്ട് ഇവിടെ ലീക്കേജ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് കവറിങ്ങിൻ്റെ ഉള്ളിലാണ്, മൊത്തം ബോഡി കവറിങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന സംഭവങ്ങൾ നമുക്ക് പുറത്തേക്ക് വരില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ലീക്കായിട്ട് ഓയിൽ താഴെ വീഴുമ്പോൾ നമ്മൾ ശ്രദ്ധയിൽ പെടുള്ളൂ. ആയക്കൂടി നമുക്ക് എഞ്ചിനിൽ വന്നത് 600 മില്ലി ഓയിലാണ്. അതിനകത്ത് ഒരു ഡ്രോപ്പ് നഷ്ടപ്പെട്ടാൽ പോലും നമുക്ക് സാമ്പത്തികമായിട്ട് നഷ്ടം വരുത്തുന്ന ഒരു സംഭവമാണത്. അപ്പോൾ ഓൾറെഡി ലീക്ക് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. കൈയോടെ തന്നെ ആ ഗ്യാസ്കറ്റ് മാറ്റി ആ മൗണ്ട് റബ്ബറും മാറ്റി റീസെറ്റ് ചെയ്യുക, അതാണ് അതുമ്പോൾ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം കേട്ടോ. പിന്നെ ബ്രേക്കിൻ്റെ കേസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്രേക്കിൻ്റെ കേബിളുകൾ കംപ്ലയിൻ്റ് ഉണ്ട്. അതായത് ബാക്ക് ബ്രേക്ക് ലൈനർ പോയിട്ടുണ്ട്, ബ്രേക്ക് കേബിളും കംപ്ലയിൻ്റ് ഉണ്ട്. അതാണ് ആ ബ്രേക്ക് സ്മൂത്ത് അല്ലാത്തതിൻ്റെ ഒരു റീസൺ. ഇവിടെ നോക്കുമ്പോൾ അറിയാം, ഈ വന്ന ഐറ്റം ഇവിടെ ഔട്ടർ പൊട്ടിയൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. കാരണം ഞാൻ എൻ്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ ഇന്നർ കേബിളൊക്കെ കാണാം, തന്നെയുള്ള ടൈറ്റും കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും ചെയ്യാമെന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലേക്ക് വരുന്ന ഈ 2 കേബിളുകൾ ചേഞ്ച് ചെയ്തിടാം. ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ ബാക്കിലേക്ക് വരുമ്പോൾ ഈ ഒരു കേബിൾ മാറ്റിയിടാം. കാരണം ഇവിടുന്ന് കാണുന്ന മൊത്തം തുരുമ്പണി കാണണം കേട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ടൈറ്റും കേബിളിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ മൊത്തം 3 ബ്രേക്ക് കേബിൾ, അതായത് ബാക്കിലേക്ക് വരുന്ന ഒരു കേബിളും ഫ്രണ്ട് ബ്രേക്കിൻ്റെയും കോമ്പി ബ്രേക്കിൻ്റെയും കേബിൾ 2 കേബിൾ കൂടി മാറ്റിയിട്ട് കഴിഞ്ഞാൽ ആ ഭാഗം ക്ലിയറായി പോകുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ടയർ അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്, ട്യൂബ്ലെസ് തന്നെ കിടക്കുന്നത്. അത് മാക്സിമം നമുക്ക് അതന്നെ യൂസ് ചെയ്താൽ മതി, വേറെ പ്രോബ്ലമൊന്നുമില്ല. പിന്നെ നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ ഈ എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ ആ കൂട്ടത്തിൽ മാറ്റേണ്ട ഒരു പാർട്ടാണ് ഈ പ്ലഗ് എന്ന് പറഞ്ഞത്. സ്പാർക്ക് പ്ലഗ്ഗാണ്, അതും കൂടി കൈയോടെ ചേഞ്ച് ചെയ്തിടാം. അപ്പോൾ ഞാൻ ഈ അത്യാവശ്യം വേണ്ട ഈ ഭാഗങ്ങൾ ഉൾപ്പെടുത്തി ഏകദേശം ഒരു എസ്റ്റിമേറ്റ് പറയാം. ഞാൻ അതിനകത്ത് ബാക്കിലത്തെ ടയറും കൂടി ഉൾപ്പെടുത്താം. നോക്കിയിട്ട് വീഡിയോ കണ്ടിട്ട് നോക്കിയിട്ട് റിപ്ലൈ ചെയ്താൽ മതി. എന്തായാലും നിങ്ങളുടെ റിപ്ലൈ കിട്ടി പെർമിഷൻ കിട്ടാണ്ട് എന്തെങ്കിലും നമ്മൾ ചെയ്യില്ല. ഞാൻ ഈ ടയർ, അതേപോലെ തന്നെ ബ്രേക്കിൻ്റെ 3 ബ്രേക്കിൻ്റെ കേബിൾ, എയർ ഫിൽറ്റർ പ്ലഗ്, ബെൽറ്റ്, ക്ലച്ചിൽ വരുന്ന ആ പുള്ളി പോലത്തെ ഒരു വീല്, അതേപോലെ തന്നെ അതിൻ്റെ പിന്ന്, റോളർ, ഡാമ്പർ റബ്ബർ, അത്ര ഐറ്റംസ് ഉൾപ്പെടുത്തി ഒരു എസ്റ്റിമേറ്റ് പറയാം. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ പരമാവധി നേരത്തെ ചെയ്യാൻ നോക്കാം. നമുക്ക് ഏകദേശം ഒരു 6 മണി 6:30 വർക്ക് കംപ്ലീറ്റ് ആയി വരുമേ. അപ്പോൾ മാക്സിമം നേരത്തെ റിപ്ലൈ ഇടാനായിട്ട് ശ്രദ്ധിക്കും.